രോഗത്തിൻ്റെ കാരണം എല്ലാവരും കാണാൻ നല്ല ചുരുക്കാണ്, കാണാൻ നല്ല ചുരുക്കാണ്, അതിനപ്പുറത്തൊന്നും നടക്കൂല. കാണാൻ നല്ല ചുരുക്കാണ്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഭക്ഷണം നിയന്ത്രിക്കാതെ ദാമ്പത്യ ജീവിതം ഭംഗിയാവില്ല. നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാർ എന്നോട് വന്ന് പറഞ്ഞ സ്വകാര്യം വന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം പരാജയത്തിലാണ്. ഞാനിവളെ കല്യാണം കഴിച്ചിട്ട് 12 കൊല്ലമായി, 8 കൊല്ലമായി, 4 കൊല്ലമായി, 12 കൊല്ലമായി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഹൈറായി നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് സ്വകാര്യമായി നൂറുകണക്കിന് ഭാര്യ ഭർത്താക്കന്മാർ ആഴ്ച തോറും എന്നോട് വന്ന് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞപ്പോൾ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാം എന്ന നിലയിലാണ് ഞാൻ കപ്പിൾസ് മീറ്റ് നടത്തിയത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് എൻ്റെ ഓർമ്മ. അതാണ് കാരണം. നിങ്ങൾക്ക് എന്തും ഭംഗിയായി കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശക്കണം. വിശക്കാതെ നടക്കൂല. വിശന്നിട്ടല്ലാതെ ഒരാൾ കിടപ്പറയിൽ പ്രവേശിക്കാൻ പാടില്ല. കിടപ്പറയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വിശന്നിരിക്കണം. ഫുൾ ടൈറ്റ്. അതിൽ നിനക്കൊരു കുട്ടി ഉണ്ടായാൽ പോലും മന്ദബുദ്ധിയായിരിക്കും. പുറത്ത് പറയണ്ട. എന്താ പറഞ്ഞേ? എന്തോന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? വയറ് ടൈറ്റായി നിൽക്കുമ്പോൾ നിനക്ക് സ്ഖലനം സംഭവിക്കുകയും ആ സ്ഖലനത്തിൽ നിനക്കൊരു എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി ജനിക്കുകയും ചെയ്താൽ ആ കുട്ടി മന്ദബുദ്ധിയായിരിക്കും. വിശന്നിട്ടല്ലാതെ എവിടേക്ക് കയറരുത്. ഇപ്പോൾ രാത്രി ഭക്ഷണം ചെയ്യും. മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ്, മഗ്‌രിബ് കഴിഞ്ഞാലോ, ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ചെറിയൊരു ഭക്ഷണം കഴിച്ചോ, എന്താണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തായി വിശപ്പ്. ചില ആളുകൾക്ക് ഒരു ദിവസമായി നമുക്കുണ്ടാവും വെച്ചാൽ പിന്നെ എങ്ങനെ മനുഷ്യൻ കടന്നുറങ്ങാൻ കഴിയുന്നില്ല ആവിട്ടിട്ട്. ഒരു ദിവസം ആവി ഉണ്ടാവുള്ളൂ, 2 ദിവസം, പിന്നെ അത് ഉണ്ടാവില്ല.